പുതുപ്പള്ളിയിൽ ഒരു സ്റ്റേഡിയം കാട് കയറി നശിക്കുന്നത് കണ്ട് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയുമ്മൻ MLA-ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ചാണ്ടിയുമ്മൻ MLA നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ ക്രിക്കറ്റ് മത്സരം അവിടെ സംഘടിപ്പിച്ചു. സ്റ്റേഡിയം വൃത്തിയാക്കിയ ശേഷമാണ് മത്സരം സംഘടിപ്പിച്ചത്. പുതുപ്പള്ളിയിൽ നിന്ന് ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. പുതുപ്പള്ളിയിലെ ജില്ലാ പഞ്ചായത്ത് സ്റ്റേഡിയത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ഒരു പ്രതിഷേധ ക്രിക്കറ്റ് മാച്ച് സംഘടിപ്പിക്കാൻ MLA കൂടിയായിട്ടുള്ള ചാണ്ടിയുമ്മൻ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. നമുക്കിപ്പോൾ ഇവിടെ തന്നെ കാണാം, നിരവധി പുതുതലമുറയിലെ കായിക താരങ്ങൾ വളർന്നു വരികയാണ്. പക്ഷെ അവർക്ക് സ്റ്റേഡിയം ഇല്ല. ആ സ്റ്റേഡിയം അവഗണനയുടെ ഒരു വലിയ പടുകുഴിയിലാണ്. എന്താണ് ഇതിൽ MLA-യുടെ ഒരു നിലപാട്? ഇതിനകത്ത് 80 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ഇവിടുത്തെ MLA ഇത് ഡെവലപ്പ് ചെയ്ത് കൊടുത്തത്. ഇത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഒരു സ്റ്റേഡിയമാണ്. അവരാണിത് കാത്തു സംരക്ഷിക്കേണ്ടത്. പക്ഷേ ഇവിടെ കുറെ മണ്ണ് ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം വന്നിരിക്കുന്നത്. ഇവിടെ ഈ സ്കൂൾ പണിയുമായി ബന്ധപ്പെട്ട മണ്ണാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ ഇവിടെ ഇത് വരാൻ കാരണം എന്താണ്? ഇവർ തമ്മിൽ തർക്കമാണ്, ആരും മണ്ണ് മാറ്റും. ഈ തർക്കം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഈ കുട്ടികൾ ഉൾപ്പെടെ നാടൻ പന്ത് കളി എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളിയുടെ വികാരമായിട്ടുള്ളതാണ്. ഇവിടെ നിന്നുള്ള കളിയാണ്. ഈ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന ഇവിടെയാണ്. ഞാൻ ചോദിച്ചു, തൊട്ടടുത്ത് ഞങ്ങൾ ടർഫ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് പോകാൻ സാധിക്കുമോ? അവർ പറയുന്നു ദൂരമാണ്, അതുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. പൊതുവെ ഈ മണ്ഡലത്തിൽ ഇതേപോലെ തർക്കങ്ങൾ പലയിടത്തും ഉണ്ട്, പല വകുപ്പുകളുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു വികസനത്തിന്റെ ഒരു പ്രശ്നം. ക്രിക്കറ്റ് കളിച്ച് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു. ക്രിക്കറ്റ് ഇഷ്ടമായത്. ഫുട്ബോൾ അത്രയും ഓടണ്ടേ? എന്തായാലും അതുതന്നെയാണ്, ക്രിക്കറ്റ് കളിച്ച് തന്നെ പ്രതിഷേധിക്കാനുള്ള ഒരു തീരുമാനമാണ്. നിരവധി യുവ തലമുറയിലുള്ള കായിക താരങ്ങൾ ഇവിടെ അവരുടെ പന്ത് തട്ടാനും അതുപോലെ തന്നെ അവരുടെ കായിക പരിശീലനത്തിനുമായി എത്തുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും തന്നെ ഈ സ്റ്റേഡിയത്തിന്റെ ഒരു ഗുണം ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക്, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കും MLA-യെ കൊണ്ടുവന്നെത്തിച്ചത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്.